നിങ്ങൾ ഈ മാസം കേട്ടിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ ഈ MCQs മസ്റ്റായിട്ടും കാണുക. ഇത് സൈക്കോളജിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വാട്ട് ഡസ് ദ ടേം ഇൻട്രോസ്പെക്ഷൻ മീൻ? ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ എക്സാമിനിങ് വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഒരാളുടെ തന്നെ തോട്ട്സും ഫീലിങ്സും എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ടു ലാറ്റിൻ വേർഡ്സ് ഫോം ദ ടേം ഇൻട്രോസ്പെക്ഷൻ? ഇൻട്രോസ്പെക്ഷൻ ഫോം ചെയ്തിരിക്കുന്നത് 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇൻട്രോ ആൻഡ് സ്പെക്കേർ. കറക്റ്റ് സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൂ ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടർ ഓഫ് ദ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് വില്യം വൂണ്ടിനെയാണ്. ഓക്കെ, വില്യം വൂണ്ടാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന്റെ ഫൗണ്ടർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സൈക്കോളജിസ്റ്റ് പോപ്പുലറൈസ്ഡ് ഇൻട്രോസ്പെക്ഷൻ ഇൻ അമേരിക്ക? അമേരിക്കയിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി, എഡ്വേർഡ് ടിച്ച്നർ. എഡ്വേർഡ് ടിച്ച്നർ ആണ് അമേരിക്കയിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് പോപ്പുലറൈസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരു ലിമിറ്റേഷൻ അല്ലാത്തത്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന്റെ ഒരു പരിമിതി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. സബ്ജക്റ്റീവ് ഇൻ നേച്ചർ, ആപ്ലിക്കബിൾ ടു മെന്റൽ പ്രോസസ്സസ്, യൂസ്ഫുൾ ഫോർ അൺകോൺഷ്യസ് പ്രോസസ്സസ്, ലിമിറ്റഡ് ടു ട്രെയിൻഡ് സബ്ജക്ട്സ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യൂസ്ഫുൾ ഫോർ അൺകോൺഷ്യസ് പ്രോസസ്സസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആണ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവേഷൻ മെത്തേഡ് മെയിൻലി സ്റ്റഡീസ് ബിഹേവിയർ ഇൻ? ഒബ്സർവേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഒബ്സർവേഷൻ മെത്തേഡ് മെയിൻലി സ്റ്റഡീസ് ബിഹേവിയർ ഇൻ? എങ്ങനെയുള്ള സെറ്റിംഗ്സിലാണ് ഒബ്സർവേഷൻ മെത്തേഡ് ബിഹേവിയർ പഠിക്കുന്നത്? ലബോറട്ടറി ആണോ, നാച്ചുറൽ സെറ്റിംഗ്സ് ആണോ, എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് ആണോ, അതോ ക്ലിനിക്കൽ സിറ്റുവേഷൻസ് ആണോ? അതിന്റെ ഉത്തരം നാച്ചുറൽ സെറ്റിംഗ്സ് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ? വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒബ്സർവേഷന്റെ ഒരു ടൈപ്പ് അല്ലാത്തത് ഏതാണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ക്ലിനിക്കൽ ഒബ്സർവേഷൻ. ഓഫ് കോഴ്സ് ക്ലിനിക്കൽ ഒബ്സർവേഷൻ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റഡിയിങ്? ഒബ്സർവേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റഡിയിങ് ഇന്റേണൽ ഫീലിങ്സ് ആണോ, ചിൽഡ്രൻസ് ബിഹേവിയർ ആണോ, ഡ്രീംസ് ആണോ, അൺകോൺഷ്യസ് മോട്ടീവ്സ് ആണോ? ഒബ്സർവേഷൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഓഫ് കോഴ്സ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചിൽഡ്രൻസ് ബിഹേവിയർ. അടുത്ത ചോദ്യം, എക്സ്പെരിമെന്റൽ മെത്തേഡ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി അറ്റ്? Experimental method was first introduced in the laboratory at? Correct answer Leipzig. അടുത്ത ചോദ്യം, who established the first psychology laboratory in 1879? Who established the first psychology laboratory in 1879? ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി 1879 എസ്റ്റാബ്ലിഷ് ചെയ്തത് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി ഇൻ 1879. അടുത്ത ചോദ്യം, വിച്ച് മെത്തേഡ് ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് സയന്റിഫിക് ഇൻ സൈക്കോളജി? സൈക്കോളജിയിൽ ഏറ്റവും സയന്റിഫിക് എന്ന് പറയപ്പെടുന്ന മെത്തേഡ് ഏതാണ്? ഒബ്സർവേഷൻ ആണോ, ഇൻട്രോസ്പെക്ഷൻ ആണോ, അതോ എക്സ്പെരിമെന്റൽ മെത്തേഡ് തന്നെയാണോ, അതോ ഇന്റർവ്യൂ ആണോ? കറക്റ്റ് ആൻസർ എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് സയന്റിഫിക് ഇൻ സൈക്കോളജി. അടുത്ത ചോദ്യം, എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇൻവോൾവ്സ് കൺട്രോൾ ആൻഡ് ഒബ്സർവേഷൻ, ഗസ് വർക്ക്, ഓൺലി ഇന്റർവ്യൂയിങ് സബ്ജക്ട്സ്, സ്റ്റഡിയിങ് ഡ്രീംസ്.
കറക്റ്റ് ആൻസർ കൺട്രോൾ ആൻഡ് ഒബ്സർവേഷൻ. അടുത്ത ചോദ്യം, ഇന്റർവ്യൂ ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ത്രൂ. എങ്ങനെയാണ് ഡാറ്റ കളക്ഷൻ നടക്കുന്നത് ഇന്റർവ്യൂ മെത്തേഡിൽ? ക്വസ്റ്റനേഴ്സ് കൊണ്ട് മാത്രമാണോ, അതോ ഡയറക്റ്റ് കോൺവെർസേഷൻ ആണോ, ഒബ്സർവേഷൻ ആണോ, ടെസ്റ്റിംഗ് മെഷീൻസ് ആണോ? ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ് അല്ലേ? ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ്. 14th question, the two main types of interview are. The two main types of interview ഏതൊക്കെയാണ്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആണോ, സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ആണോ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആണോ, അതോ കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ആണോ? ടു മെയിൻ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം എ ലാർജ് പോപ്പുലേഷൻ? അപ്പോൾ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അത് ഒബ്സർവേഷനിലൂടെ എന്തായാലും പറ്റില്ല. സർവേയിലൂടെ പറ്റുമോ? ക്ലിനിക്കൽ മെത്തേഡ് പറ്റുമോ? ഇൻട്രോസ്പെക്ഷൻ ആണോ? അല്ല. ഇൻട്രോസ്പെക്ഷൻ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ സർവേ മെത്തേഡ് ആണ്. അടുത്ത ചോദ്യം, സർവേ മെത്തേഡ് യൂസസ് questionnaires, observation only, clinical tests, experiments. Of course, option A, questionnaires. Question number 17. Which method is applied in diagnosis and treatment of mental disorders? Which method is applied in diagnosis and treatment of mental disorders? മെന്റൽ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും മറ്റുമായിട്ട് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ക്ലിനിക്കൽ മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ക്ലിനിക്കൽ മെത്തേഡ്? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ക്ലിനിക്കൽ മെത്തേഡ്? കറക്റ്റ് ആൻസർ ലൈറ്റ്നർ വിറ്റ്മർ. അടുത്ത ചോദ്യം, സോഷ്യോമെട്രിക് ടെക്നിക് ഈസ് മെയിൻലി യൂസ്ഡ് ടു സ്റ്റഡി. സോഷ്യോമെട്രിക് ടെക്നിക് നമ്മൾ പ്രധാനമായിട്ടും എന്ത് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആൻസർ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ ഗ്രൂപ്പ്സ്. Question number 20. Sociometric method was introduced by. Sociometric method introduce ചെയ്തത് ആരാണ്? J.L. Moreno. J.L. Moreno. 21ാമത്തെ ചോദ്യം, which method is best for identifying group leaders? Which method is best for identifying group leaders? Sociometric method. 22. The word introspection literally means. The word introspection literally means. Introspection എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? ലിറ്ററൽ മീനിങ് എന്താണ്? കറക്റ്റ് ആൻസർ ലുക്കിംഗ് ഇൻസൈഡ്. Introspection means looking inside. Question number 23. Which method is mostly used in laboratory research? Which method is mostly used in laboratory research? ലബോറട്ടറി റിസർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ലബോറട്ടറി റിസർച്ച്. Question number 24. Which method is unsuitable for children and mentally ill persons? Which method is unsuitable? Unsuitable ആയിട്ടുള്ള മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുട്ടികൾക്കും മെന്റലി ഇൽ ആയിട്ടുള്ള ആൾക്കാർക്കും അൺസ്യൂട്ടബിൾ, പറ്റാത്ത മെത്തേഡ് ഏതാണ്? ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, ഇൻട്രോസ്പെക്ഷൻ, ക്ലിനിക്കൽ. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇൻട്രോസ്പെക്ഷൻ. അടുത്ത ചോദ്യം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇൻവോൾവ്സ്. Participant observation involves. Participant observation involves observer joining the group. Observer joining the group. അടുത്ത ചോദ്യം, which method involves hypothesis testing? Which method involves hypothesis testing? Correct answer experimental method. Experimental method involves hypothesis testing. Question number 27. Structured interview means. A structured interview means questions are fixed in advance. അപ്പോൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകതയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യും. 28th question. The first psychology lab was established in. The first psychology lab was
established in 1879. 1879. Question number 29. Which method is most suitable for large-scale social studies? Which method is most suitable for large-scale social studies? Correct answer, survey. Survey method is most suitable for large-scale social studies. Question number 30. Which method helps to diagnose emotional problems in students? കുട്ടികളിലെ ഇമോഷണൽ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന മെത്തേഡ് ഏതാണ്? കറക്റ്റ് ആൻസർ, ക്ലിനിക്കൽ മെത്തേഡ്. ക്വസ്റ്റ്യൻ നമ്പർ 31. ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് മോർ ഒബ്ജക്റ്റീവ് ദാൻ introspection, interview, clinical method or experimental method? Observation method is more objective than introspection. Question number 32. Sociometric tests are based on dreams, choice and preferences of individuals, observation of actions, intelligence levels. Sociometric tests are based on, correct answer, choice and preference of individuals. അടുത്ത ചോദ്യം. The main drawback of introspection is correct answer, subjectivity. ഇൻട്രോസ്പെക്ഷൻ്റെ ഒരു പോരായ്മയാണ് സബ്ജക്റ്റിവിറ്റി. Question number 34. Which method can be used for hypothesis verification? Which method can be used for hypothesis verification? Correct answer, experimental method. Experimental method can be used for hypothesis verification. Next question. Which method is widely used in medical and clinical psychology? Which method is widely used in medical and clinical psychology? Survey method, clinical method, sociometric method, observation. Which is the correct answer? Clinical method. Clinical method is widely used in medical and clinical psychology. Who introduced the term sociometry? Sociometry എന്നുള്ളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? J.L. Moreno ആണ്. Question number 37. Observation can be structured or unstructured, direct or indirect, both A and B or none of this. അപ്പോൾ ഒബ്സർവേഷൻ എങ്ങനെയായിരിക്കും? സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം, പിന്നെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റും ആയിരിക്കാം. Question number 38. Which method is helpful in classroom social relationship studies? Which method is helpful in classroom social relationship studies? Of course, sociometry. Question number 39. The experimental method helps in establishing correlation, cause and effect relationship, simple observation or social preferences. Correct answer, cause and effect relationship. Next question. Clinical method was developed in which country? Clinical method was developed in, correct answer, option B, USA. Which method involves case history and diagnosis? Which method involves case history and diagnosis? Correct answer, option B, clinical. അടുത്ത ചോദ്യം. സർവേ മെത്തേഡ് കളക്ട്സ് ഡാറ്റ മെയിൻലി ത്രൂ. സർവേ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ക്വസ്റ്റ്യനേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്, ഇതിലൂടെയാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 43. Which method cannot be used for animals? Which method cannot be used for animals? Introspection. Correct answer, introspection. Participant observation is a type of observation method. Participant observation is a type of observation method. Question number 45. Which method requires trained subjects for accuracy? Which method requires trained subjects for accuracy? Correct answer, introspection. അടുത്ത ചോദ്യം. Which method is based on self-reporting of experiences? പല രീതിയിൽ ഇൻട്രോസ്പെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻട്രോസ്പെക്ഷൻ ആരും തെറ്റിക്കില്ല. കറക്റ്റ് ആൻസർ ഇൻട്രോസ്പെക്ഷൻ ആണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസസ്.
Question number 47. The clinical method is also called diagnostic method. Diagnostic method or clinical method. Question number 48. Which method is useful in experimental psychology? Which method is useful in experimental psychology? Correct answer option D, experimental method. Question number 49. Which method can reveal hidden social structures? Which method can reveal hidden social structures? Correct answer sociometric method. 50th question. The founder of experimental psychology. The founder of experimental psychology is William Wundt. William Wundt. സോ ഇതുപോലത്തെ MCQ വീഡിയോസും മറ്റ് ക്ലാസ്സസും കേട്ടറ്റ് റിലേറ്റഡ് ക്ലാസ്സസും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.